ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹാപ്പി ഓണം. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ തൊട്ട് 1 മാസം അടുപ്പിച്ചായി. എക്സാമും പിന്നെ ഞങ്ങൾ വീട് ഷിഫ്റ്റിംഗ് എല്ലാം ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം കാണാം. റെഡിയായി നമ്മൾ അപ്പുക്കുയുടെ ഓണക്കോടി. കൊള്ളാവോ കൊള്ളാവോ അപ്പു? സൂപ്പറല്ല. രാവിലെ ഞങ്ങൾ 3 പേരും പിന്നെ അമ്പലത്തിൽ പോയി. അവിടെ വെച്ച് പ്രതീക്ഷിക്കാതെ ഞാൻ അത്തയെ കണ്ട് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ചന്ദനമെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് കടയിൽ കയറി. ഈ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രഹസനമാണ്. ഇതെന്തു അപ്പു? എന്തോ ഇത്? എന്തോ ഇത്? കൊള്ളാവോ? കൊച്ചു സ്പൂൺ നോക്കടി. എല്ലാം ഒന്നൊന്നായിട്ട് ടേസ്റ്റ് ചെയ്യുവോ? അപ്പു ക്യാമറയ്ക്ക് പോസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ചോറ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി അവൾക്ക് അമ്മയെ വാരി കൊടുത്ത്. ക്യാമറയ്ക്ക് വേണ്ടി അവൾ അതിൻ്റെ മുമ്പിൽ മാത്രം ചോറ് വാരി കഴിക്കും. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് ഒരു ഉറക്കമെല്ലാം ഉറങ്ങി. ഞങ്ങൾ ശാസ്താംകോട്ട പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 7 മണിക്കായിരുന്നു ട്രെയിൻ. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ പോയാലും ഉള്ള ഓടിപ്പടച്ചാണ് ഞങ്ങൾ പോകുന്നത്. എപ്പോഴും താമസിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിൻ ഒരു 2-3 മിനിറ്റ് ലേറ്റായിരുന്നു. ഞങ്ങളായിരുന്നു നേരത്തെ പോയത്. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട എത്തി. ഉമ്മ ഇതങ്ങ് തിന്നുക. നോക്കി എന്താ അമ്മ? എന്തോത്തിന് ടെൻഷൻ? ഓ, വണ്ണം വെക്കുന്നു. എന്നിട്ട് കേറ്റുന്ന നോക്കിയാടി. ഞങ്ങൾ 4 പേരും അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. രാത്രിത്തെ ആശക്കുഞ്ഞൻ പൊൻചേച്ചിയും വരത്തേ ഉള്ളു. ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിക്കായിരുന്നു. അമ്മ എപ്പോഴൊക്കെ തിന്നുന്ന അപ്പോൾ എല്ലാം ഞാൻ അമ്മേനക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ രാത്രി ആശക്കുഞ്ഞും പൊൻചേച്ചിയും വന്ന്. രാത്രി ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് കിടന്ന് എല്ലാവരും. നന്ദക്കുട്ടൻ്റെ മുതുകത്ത് 2 പല്ലിൻ്റെ പല്ലൊക്കെ പാട് വന്നു. ഇവളെ കയറി കടിച്ച് അവൻ കരഞ്ഞ്. ചുമ്മാ കയറി കടിച്ച് എൻ്റെ പല്ല് ടാറ്റു കുത്തിയോലായിപ്പോയി. മുഖത്ത് 2 ടാറ്റു ഉണ്ട്. കൊള്ളാപ്പൂ. എനിക്ക് തന്നെ വെക്കണം പണി കേട്ടാ. എന്തിനാ മോൻ കടിച്ചേ? ഇനി എൻ്റെ അല്ലേ കൊണ്ടിട്. ചേച്ചിയാണോ കടിക്കാൻ പറഞ്ഞത്? അടി ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുമല്ലായിരുന്നു. അടി നമ്മ ചേച്ചി കടിക്കാൻ പറഞ്ഞ മോനെ? നന്ദു കൂടെ കടിക്കാൻ പറഞ്ഞ? ആശക്കുഞ്ഞ കടിക്കാൻ പറഞ്ഞ? പറഞ്ഞ നമുക്ക് ചോദിക്കാം. കടിക്കാൻ പറഞ്ഞ? കടിക്കാൻ പറഞ്ഞ? എപ്പ പറഞ്ഞ? ഇറക്കി വിട്ടടി. ഒരു കമ്പോട് ഞാൻ കടിക്കാൻ പറഞ്ഞായിരുന്നോ? ഞാൻ എപ്പോൾ കടിക്കാൻ പറഞ്ഞു? ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നാ? ഈ കള്ളം പറഞ്ഞത് എന്തിനാ? പല്ല് കടിക്കാൻ ഉണ്ടാന്നിട്ട് പല്ലടിച്ചാൽ തെറിപ്പിച്ചങ്ങ് വായിക്കാതെ ഇടും. പറഞ്ഞേക്കാം. നോണ പറഞ്ഞ നോണച്ചി നോണച്ചി. നീ എൻ്റെ അടുത്ത് വന്നു പോരുത്. എൻ്റെ കൊച്ചിനെ കടിച്ച് ചന്ന പിന്നെ കടിച്ച് വെച്ചത് പോരാ. പല്ലടിച്ചാൽ വായിക്കാത്തിട്ട് നോക്കിയോ? പല്ലടിച്ച് പറഞ്ഞേക്കാം. ചിക്കൻ തന്നെ പല്ല് കാണത്തില്ല. ഇന്റെ കമ്പ് പൊട്ടിച്ചൊക്കെ പോയിട്ട് ഇനി കടിക്കോ? ഇനി കടിക്കോ? ഇനി കടിക്കോ? ഇല്ലെന്ന് പറ. സോറി പറ. സോറി പറ. സോറി പറ. നന്ദുകുട്ട സോറി പറ. നന്ദുകുട്ട സോറി പറ. നന്ദുകുട്ട സോറി. അപ്പൂസാണോ? ആശക്കുഞ്ഞിന് അപ്പൂസാണോ? പോട്ട് പോട്ട്. പൊന്നൊക്കെ ഉണ്ട്. പൊന്നുണ്ട്. പൊന്നുണ്ട്. പോട്ട് പോട്ട്. നന്ദുകുട്ടനെ കടിച്ചതാ. തടുത്തിരിക്കുന്നുണ്ട്. അപ്പു കടിച്ച് പാവം ചറക്കാൻ. ഓണമായിട്ട് ടാറ്റു കുത്തി. കയ്യിലെവിടെ മോനെ? ആ താണ്ടേ വേദന എടുത്ത നന്ദുകുട്ടോ. ഈ ആണിടി. ഈ നല്ലോണം കളിക്കണേ.
അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച്. ഇന്നലെ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് കഴിച്ച്. എല്ലാ വീഡിയോയ്ക്കും ഈ ഒരു എക്സ്പ്രഷനാണ്, മാറ്റിപ്പിടി. ആശ കുഞ്ഞെ കണ്ടുപോയി ഒരു മൂലക്ക് മിണ്ടായി നിന്നുണ്ടോ. ഇതെല്ലാം പാടത്തുണ്ട് കേട്ടോ. അത് അവിടുന്ന് മൂള. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. പൊൻചേച്ചി നേരത്തെ ഇറങ്ങി, പൊൻചേച്ചിക്ക് ജോലിക്ക് പോകണമായിരുന്നു. ഞങ്ങളും ആശക്കുഞ്ഞ് ഒരുമിച്ചായിരുന്നു ഇറങ്ങിയത്. കൊല്ലത്ത് പോവാ. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ കയറി ഞങ്ങൾ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്.